റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ കണക്ക് പറഞ്ഞു CPM. തെരഞ്ഞെടുപ്പ്, രക്തസാക്ഷി ഓഫീസ് നിർമ്മാണ ഫണ്ട് എന്നിവയിലെ കണക്ക് വ്യക്തമാക്കി വി കുഞ്ഞികൃഷ്ണന് TI മധുസൂദനന്റെ വക്കീൽ നോട്ടീസ്. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന് പുസ്തകം പിൻവലിക്കണമെന്നും ആവശ്യം. വി കുഞ്ഞികൃഷ്ണന് ലഭിച്ച വക്കീൽ നോട്ടീസിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, പുറത്തു പറയാൻ നിങ്ങളോട് പറയാനില്ല എന്നൊരു ഘട്ടത്തിൽ നേതാക്കളൊക്കെ പറഞ്ഞ കണക്കാണ് ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസിന്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിലെ ആവശ്യങ്ങൾ? മാധു, തീർച്ചയായിട്ടും CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറഞ്ഞിരുന്നത് ഈ കണക്കുകൾ ബഹുജനങ്ങളുടെ ശ്രദ്ധയിൽ മാത്രം, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ മാത്രം അവതരിപ്പിച്ചാൽ മതി, പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ TI മധുസൂദൻ, അതായത് പയ്യന്നൂരിൽ CPM-ന്റെ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ള TI മധുസൂദൻ ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ MLA-ക്ക് അയച്ചിട്ടുള്ള വക്കീൽ നോട്ടീസിലാണ് ഈ നിർമ്മാണത്തിന്റെ, അതായത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിലെ കണക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി 3 തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് 3 ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വക്കീൽ നോട്ടീസിൽ പരാമർശിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ്. അതിൽ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് അതിൽ അനാവശ്യമായി, അതായത് റെസീറ്റ് ബുക്കുകൾ വ്യാജമായി അടിക്കുകയും അതിനകത്ത് പണം പിരിക്കുകയും ഒക്കെ ചെയ്തു. ഏകദേശം 28ഓളം പേരുടെ വ്യാജ റെസീറ്റുകൾ അച്ചടിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട്. എന്നാൽ ഈ ആരോപണം ഈ വക്കീൽ നോട്ടീസിൽ പൂർണ്ണമായും തന്നെ TI മധുസൂദനൻ നിഷേധിക്കുകയാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വി കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഈ വക്കീൽ നോട്ടീസിന്റെ ഭാഗമായി TI മധുസൂദനൻ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട ഒരു ആരോപണം അത് ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു, തിരിമറി നടന്നു എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരുന്നത്. എന്നാൽ അതിലും TI മധുസൂദനൻ മറുപടി പറയുകയാണ്. അതിൽ വരവ് ചിലവ് കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് ഇത്ര തുക ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിച്ചു, ഇത്ര തുക ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുൾപ്പെടെ ഇതിന്റെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിൽ കൃത്യമായ രീതിയിൽ ഓരോ ഇനങ്ങൾ തിരിച്ചുകൊണ്ട് തന്നെ, അതായത് പിൻവലിക്കണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അറമ്പറ്റിയ തലക്കെട്ടായി പോയി. തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ സംസ്ഥാനത്തൊട്ടാകെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പരാജയം വാങ്ങേണ്ടി വന്ന ഘട്ടത്തിൽ വലിയ രീതിയിൽ, അത് പയ്യന്നൂരിൽ മാത്രമല്ല എല്ലാ ഇടങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും നേതൃത്വത്തെ അണികൾ തിരുത്തിയതാണ് കണ്ടത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ CPM-നെ ആക്രമിക്കാനോ അല്ലെങ്കിൽ CPM-നെ പ്രതിരോധത്തിലാക്കാനും ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ഗുണം ചെയ്തതാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ഉപയോഗപ്പെട്ടതാണ്. ഈ പറയുന്ന വക്കീൽ നോട്ടീസിനകത്തും പറയുന്നത് ഈ പുസ്തകം പൂർണ്ണമായും പിൻവലിച്ച് മാപ്പ് പറയണം, 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് പ്രധാനമായും ഈ വക്കീൽ നോട്ടീസിനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ വി കുഞ്ഞികൃഷ്ണൻ ഈ പറയുന്ന TI മധുസൂദന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടിയും നൽകിയിട്ടുണ്ട്. അതായത് ഈ ലഭിച്ച വക്കീൽ നോട്ടീസിൽ ഇന്നലെ വി കുഞ്ഞികൃഷ്ണൻ മറുപടി നൽകുകയാണ്. ഉന്നയിച്ചിട്ടുള്ള ഒരാരോപണങ്ങളും തിരുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ ഇതിൽ മറുപടി നൽകിയിരിക്കുന്നത്. മാനഹാനി ഉണ്ടാക്കി എന്നുള്ളത് TI മധുസൂദനൻ പറയുന്നു. എന്നാൽ ഇതിൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമാത്രമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ മറുപടി നൽകുന്നത്. ഇന്നലെയാണ് വി കുഞ്ഞികൃഷ്ണൻ TI മധുസൂദനന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും ഓരോ കാര്യങ്ങളും നേരത്തെ പറയാൻ മടിച്ച കണക്കുകൾ ഇപ്പോൾ വക്കീൽ നോട്ടീസിന്റെ ഭാഗമായി വരുന്നു. അത് പൊതുമധ്യത്തിൽ നേരത്തെ തന്നെ തോമസ് ഐസക്കും MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം വലിയ രീതിയിൽ പറഞ്ഞതാണ്. അതായത് ഈ കണക്ക് പൊതുജനങ്ങളോട് പറയുന്നതിൽ തെറ്റില്ല, അത് പറയുന്നതിൽ പാർട്ടിക്ക് മടിയില്ല എന്നുള്ള കാര്യം നിലപാട് തിരുത്തിക്കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ അത് പൊതുജനങ്ങളുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ ഒരു വക്കീൽ നോട്ടീസിന്റെ ഭാഗമായി അത് മുന്നിലേക്ക് വരികയാണ്. മാധു, അർജുൻ കല്യാടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ TI മധുസൂദനൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാനഹാനിക്ക് പരിഹാരം വേണം, മാത്രമല്ല ഈ നേതൃത്വത്തെ അണികൾ തിരുത്തുമ്പോൾ എന്ന പുസ്തകമുണ്ടല്ലോ വി കുഞ്ഞികൃഷ്ണന്റെ, ആ പുസ്തകം പിൻവലിക്കണം, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്.